വീണ് ബെൽച്ച ഇനെന്ന് പറയാ ബെൽച്ച ഇനെന്ന് പറയാ ബെൽച്ച ഇനെന്ന് പറയാ അഭിയായിട്ട് ഇനെന്ന് പറയാ അഭീശ്വല ശരിയാക്കുകയാണ്. അതിലാട്ടൻ അവിടെ നിന്ന് ഇതാക്കും, വെള്ളത്തിൽ കിണിട്ടില്ലേ ഇളക്കുവല ഇതാക്കുന്നുണ്ട്. അപ്പോൾ അവരവിടുന്ന് ചൂണ്ടയും ഇടുന്നുണ്ട്. അപ്പം നമ്മളെ തോണി ഇതാണ് കരക്ക് കയറ്റി ഇട്ടിട്ടുണ്ട്. ഇത് ഈ കറപ്പ് നമ്മുടെ തോണി ഇവിടെ ഉണ്ട്. അത് നമുക്ക് അതാണ് ഈ കണ്ടിനുള്ളിനടുത്തത്. നമ്മൾ വന്ന തോണി കുറച്ച് ഇതാണ്, നമുക്ക് കാഴ്ച നോക്കാം. ഇവിടെ വല കെട്ടീന് ഒന്നും കയറി നിൽക്കാൻ ഇതാണ് സാധനം മൊത്തം നോക്കാം. ഇത് നമുക്കൊരു നല്ല സ്ഥലമാണ്. ഇവിടെയൊക്കെ കാടായി നോക്കൂ, കാട് പിടിച്ചതായി. ഈ കാട് കാണാൻ നല്ല ബ്യൂട്ടുണ്ടല്ലേ, ബ്യൂട്ടല്ല ആ ബ്യൂട്ടി ഇതാണ്, നല്ല ഇമോഷണൽ വ്യൂ ആണ്. കഴിച്ചപ്പോൾ സീനല്ലേ, ഇത് നോക്കാം. സീനാണ് എന്താ ഒക്കെ നമ്മൾ കണ്ടിയാണ്. ഒന്ന് നമുക്ക് പാടിയിലും ഉണ്ട്, പാടിയിലുണ്ട്, എവിടെയെല്ലാം ഉണ്ട്. ഇവരെ ഇവിടെ നിന്ന് പണിയെടുക്കുന്നത്, ഞാൻ മാത്രം ഇവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നു. അപ്പോൾ നമുക്ക് 3 മീനെ കിട്ടില്ലോ. ഇപ്പം ഇവിടെ നിന്ന് വലയിടുന്നുണ്ട് മീൻ കിട്ടാൻ, ഒന്നും കൂടുന്നില്ല. അവർ അവിടെ നിന്ന് ചൂണ്ടയൊക്കെ കൊണ്ടുവന്നുണ്ട്. എനിക്കൊരു പണിയില്ല. പിന്നെ അച്ഛൻ അങ്ങനെ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് കാഴ്ച കാണാൻ പോവാം. വ്യൂ കാണാൻ വൃത്തിയുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം. നല്ല വ്യൂ ആണ്. പക്ഷേ ഈ സ്ഥലം കാണാൻ കുറച്ച് പേടിയാണ്, എനിക്കൊക്കെ പേടിയാണ്. സിംഹം ഉണ്ടാവും, കടുവ ഉണ്ടാവും. കയ്യിൻ്റെ അടുത്ത് പത്രത്തിൽ കൊടുത്തിട്ടേ ഈ ഫോണിൽ ഒരു വീഡിയോ വന്നു, സിംഹം ഇതിന് എന്തുകൊണ്ട് വെച്ച് എന്നാണ് എനിക്ക് പേടി കിട്ടുന്നത്. അപ്പം ഞാൻ തുഴയൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ അത്രക്ക് വരത്തില്ല ഇടാം. എന്താ കഴിച്ച അപ്പം നമ്മൾ വന്ന തോണി നല്ലതാണോ എന്ന് കമൻറ്റ് ചെയ്യണം. നല്ലൊരു നമ്മൾ വലയിട്ടു. നമ്മളെ തോണി ഇതാണ് പഴയത്. ഇതൊക്കെ എന്തെങ്കിലും ഉണ്ട്, സാധനം ടയറൊക്കെ ഉണ്ട്. നമ്മളെ തോണി എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ഒരു സാധനം, ചൂണ്ടെടുക്കാനടുത്ത ഒരു സാധനമാണ്. അത് വായിച്ചു നോക്കൂ. ഒന്നിന് 550 രൂപ, 50 രൂപ ആണ് ഒന്നിന്. വീട്ടിൽ നോക്കാം, നല്ല വൃത്തിയുണ്ട്. നോക്കാം, ഇത് മീൻ പിടച്ചു. അപ്പം നമുക്ക് നേരെ നമ്മുടെ വലയിടുന്ന സ്ഥലത്തേക്ക് നേരെ കിടക്കാം. ഇതിനു മുൻപ് നമുക്ക് തോണിയിൽ ഇരുന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കാം. ഇതിൽ നോക്കാം.
പേടിയാണ്, പക്ഷെ കളില്ല. ഇരുന്ന് കാണുന്ന സുഖം. പക്ഷേ തുഴ എനിക്ക് എടുക്കാൻ ആവശ്യമാണ്. കണ്ടോറിങ് അത് വിൽക്കാനാവാൻ പറ്റില്ല എന്തൊക്കെയായിട്ടും. അതിന് കഴിഞ്ഞ ആഴ്ച വലിച്ചപ്പോൾ ഒരു പാമ്പാണ് കിട്ടിയത്. ഞാനല്ല വലിച്ചത്, എൻ്റെ ഏട്ടനാണ് വലിച്ചത്. സ്വന്തം ഏട്ടനല്ല, വല്യമ്മേൻ്റെ ഏട്ടനാണ് വലിച്ചത്. അപ്പോൾ നമ്മളെ വീടിതാ കാണിച്ചു തരാം. ഇതാ ഈ താർപ്പായിട്ട വീടാണ് എൻ്റെ അമ്മമ്മേൻ്റെ വീട്. ഈ കാട്ടിലു അപ്പുറം കോട്ടമാണ്. ഇത് മൊത്തം കാടാണ്. അതിനിടയ്ക്കൊരു വീടുമുണ്ട്. അപ്പം നമുക്ക് നേരെ ചൂണ്ടിടുന്ന സ്ഥലത്തേക്ക് നോക്കാം. ഗൈസ്, ഇതൊക്കെയാണ് ഒരു ഇതുപോലത്തെ സാധനം. എനിക്ക് എന്നാ അറിയാമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പം 6:12 നമ്മൾ 5:50 വന്നത്. അപ്പം നോക്കാം ഇതിലൊക്കെ സീനും നോക്കാം. വല്ല എന്തൊക്കെ ഇതിങ്ങനെ ആടും. ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ കണ്ടോ അടുത്താടും. നമ്മളങ്ങോട്ടേക്ക് പോയി നിൽക്കും. അടുത്തേക്ക് വന്നാൽ ആദ്യം ആടും. ഇതാ നമ്മുടെ സാധനം. അപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് കിടക്കാം. ഗൈസ് കണ്ടോ, ഇവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഒക്കെ ആരും എടുക്കില്ല. നമുക്ക് നേരെ കിടക്കാം. മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. വല കണ്ടു. ഞാനിപ്പം പടലും കിട്ടി പോകേണ്ടതാണ്. അപ്പം ഗൈസ് ഇതെല്ലാവരും ഇതാ ഇവിടുന്ന് മീനെ പിടിക്കുകയാണ്. അതിൽ കണ്ടിയിൽ മീനെ പിടിക്കുകയാണ് ഗൈസ്. ഇതാ ആ ഭാഗത്ത് ജിമ്മ ഒട്ടൻ. ഇതാ നമ്മളെ